പെരുമ്പാവൂർ സീമാസിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ഒപ്പം തന്നെ ഓണാഘോഷ പരിപാടികൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിർധനർക്കായി ഓണക്കിറ്റുകൾ മുനിസിപ്പാലിറ്റിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സംഗീത കെന് കൈമാറിക്കൊണ്ട് തുടക്കം കുറിച്ചു. പെരുമ്പാവൂർ സീമാസിൻ്റെയും കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ്സ് അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ടെക്സ്റ്റൈൽ അസോസിയേഷൻ പ്രസിഡന്റ് KP അലിയാർ പതാക ഉയർത്തി. ശേഷം സീമാസിന്റെ കാർ പാർക്കിംഗ് ഉദ്ഘാടനവും നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സീമാസ് കുടുംബാംഗങ്ങളും KTJ ഭാരവാഹികളും ജീവനക്കാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു. തുണി കൊണ്ടൊരു തണൽ പദ്ധതിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്കായി ഓണക്കിറ്റുകൾ ഒരുക്കി. സീമാസിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി അടങ്ങിയ കിറ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത കെന് കൈമാറി. 51 വർഷമായിട്ട് പെരുമ്പാവൂർ നഗരത്തിലെ വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖരായ സീമാസ് അലിയാർക്കയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി അവരുടെ സേവനം പൂർത്തീകരിക്കുകയാണത്. ഈ 2026 ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് 66 വസ്ത്രങ്ങളുടെ ഒരു കിറ്റ് ആണ് അവർ നമുക്കായിട്ട് നൽകുന്നത്. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വസ്ത്രദാനം മഹാദാനം എന്നൊരു കൺസെപ്റ്റും കൂടി നമ്മുടെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചുണ്ട്. ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ ഒന്നാണ് ദാനം കൊടുക്കുക എന്നുള്ളത്. അതിനകത്ത് വസ്ത്രദാനം വളരെയേറെ പ്രാമുഖ്യമാർന്ന ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണത്. ഇതിനകത്തേക്ക് ഇതിന് സന്നദ്ധത കാണിച്ച സീമാസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് അലിയാർക്കട നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിനകത്ത് പങ്കാളികളാകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ ഓണ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് പെരുമ്പാവൂർ നഗരവാസികൾക്കുൾപ്പെടെ എല്ലാ കൗൺസിലേഴ്സിനും സീമാസ് ടെക്സ്റ്റൈൽസിലെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 66 പേർക്കാണ് കിറ്റ് നൽകുന്നതെന്ന് KP അലിയാർ അറിയിച്ചു. കൊണ്ടൊരു തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് 66 ഓണക്കോടി, അതുപോലെ 66 ബ്ലാങ്കറ്റ്, അങ്ങനെ അടങ്ങുന്ന കിറ്റ് 66 ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ കൈമാറുകയാണെന്ന്. പെരുമ്പാവൂർ സീമാസാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. പെരുമ്പാവൂർ മേഖലാ സെക്രട്ടറി ഷിഹാബ്, വൈസ് പ്രസിഡന്റ് അനിൽ കണ്ണോത്ത്, ജോയിന്റ് സെക്രട്ടറി മനോജ് വൈഗ, അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അബു നസ്രീൻ, സിറാജ് പി, മധു, സുബൈർ മാറമ്പള്ളി, സലീം ഷാലിമാർ എന്നിവരും പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കഴിഞ്ഞ കൊറോണ കാലം തൊട്ട് തുണി കൊണ്ടൊരു തണൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുണി കൊണ്ടൊരു തണൽ എന്ന ക്യാപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നത്. എറണാകുളം ജില്ലയിൽ വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 168 നിർധനരായ യുവതികൾക്ക് വിവാഹ വസ്ത്രങ്ങൾ നിലവിൽ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷവും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ ആവശ്യകരമായ ആളുകൾക്ക് എല്ലാവിധ വസ്ത്രങ്ങളും നൽകുന്നുണ്ട്. അതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് ഇത്രയും വലിയൊരു സംഭാവന നൽകിയ നമ്മുടെ അലിയാർക്കാനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ഷറഫ്, വാർഡ് മെമ്പർ ഹാരിനിസ നസീർ, വാർഡ് കൗൺസിലർമാർ എന്നിവർ ആശംസകൾ നേർന്നു. പെരുമ്പാവൂർ സീമാസിൻ്റെ 51 വർഷം പിന്നിടുമ്പോൾ അവരുടെ സംഘടന KTGയുടെ തുണി കൊണ്ടൊരു തണൽ എന്ന മഹത്തായ ഒരു മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് അവർ ഈ ഓണാഘോഷം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പെരുമ്പാവൂർ നഗരസഭയിൽ 61 പേർക്ക് വസ്ത്രം കൊടുത്തുകൊണ്ടും ഇന്ന് വലിയൊരു, നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ വലിയൊരു മഹാദാനമാണ് അവർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് മുൻകൈ എടുത്ത സീമാസിനും അതിൻ്റെ MDയുമായ ശ്രീ അലിയാർ അവർക്കൊക്കെ പെരുമ്പാവൂർ നഗരസഭയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മഹത്തായ കർമ്മത്തിന് എല്ലാവർക്കും സീമാസിൻ്റെ MD കൂടിയായ അലിയാർക്കാക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ ഒരു വേളയിൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെയൊരു പരിപാടി നടത്താൻ തുനിഞ്ഞ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.